വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലാണ് ഇന്ന് തുടക്കം. നമ്മൾ വരുന്ന മുമ്പ് കുട്ടികള് അവരെ ക്രിയേഷൻ അവര് വെട്ടിണ്ടാക്കിയാണ് സമസ്ത സെഞ്ചുറി ഇതിന്റെ എമ്പളും കാര്യങ്ങളൊക്കെ കുട്ടികൾ കൈകൊണ്ട് നിർമ്മിച്ചതാണ്. അറിവ് വല്ലാത്ത സന്തോഷം. ഇത് എവിടെയെന്നല്ലേ, സുൽത്താൻ ബത്തേരിയിലെ ദാറുൽ ഉലൂം അറബി കോളേജിലാണ്. മാഷാ അല്ലാഹ്, നമ്മുടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറംഗമായ ബഹുമാനപ്പെട്ട ഹംസ ഉസ്താദിന്റെ 50 വർഷക്കാലം സമസ്തയുടെ മുഷാവറംഗമായിരുന്ന ബഹുമാനപ്പെട്ട ഹംസ ഉസ്താദിന്റെ സ്ഥാപനത്തിലാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് ഏകദേശം 40 വർഷത്തോളം 40 വർഷത്തോളം 40 വർഷത്തോളം മുഷാവറംഗവും ഈ സ്ഥാപനം 50 വർഷത്തോളം പഴക്കമുള്ളൊരു സ്ഥാപനത്തിലാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ വയനാട് ജില്ലയിലെ തുടക്കം ഇന്ന് ഇവിടുന്നാണ്. ഇൻഷാ അല്ലാഹ് കാര്യങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ മാഷാ അല്ലാഹ് ഇവിടുത്തെ ഉസ്താദാണ്, അഷ്അരി ഉസ്താദാണ്. മാഷാ അല്ലാഹ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടല്ലോ, നിങ്ങൾക്ക് പരിചയം ഉണ്ടല്ലോ. ഇവിടെ എത്ര ഉസ്താദന്മാരുണ്ട് ഉസ്താദ്? 10ഓളം ഉസ്താദന്മാർ. ജാമ്യന്റെ ജൂനിയർ കോളേജാണ്. ഭയങ്കര സന്തോഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്ലൈമറ്റ്, ഭയങ്കര ഉഷാറ്. ഒരു ഫുൾ ടൈം എ സിയില, ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ. കുട്ടികളൊക്കെ ഭയങ്കര ആവേശമാണ്. സമസ്തനെ സ്നേഹിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഇവിടുത്തെ പ്രത്യേകതകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെയൊക്കെയാണ്? രാവിലെ 7 മുതൽ ക്ലാസ് തുടങ്ങും. പിന്നെ പീരീഡിനനുസരിച്ച് സ്കൂൾ വിഷയങ്ങളും കൃത്യം വിഷയങ്ങളൊക്കെ നടക്കും. അത് കഴിഞ്ഞാൽ പിന്നെ കളിക്കാൻ അപ്പുറത്തൊരു വിശാലമായ ഗ്രൗണ്ട് ഉണ്ട്. കളിക്കാൻ ഗ്രൗണ്ട് ഒക്കെ ഉണ്ടല്ലേ, ഫുൾ പൊളിയിലെ. മുതിർന്ന കുട്ടികളും താഴ്ന്ന കുട്ടികളൊക്കെ ആയിട്ട് കളിക്കാൻ പോവുക ചെയ്യാം. ഓക്കെ, ഇതിൽ മലപ്പുറം ജില്ലക്കാരൊന്ന് കൈ വെച്ചാണ് ഒറ്റൊന്നും പാവണോ, 2 കൈ മുക്കിക്കണ് 2 ആളുടെ അറിയാൻ. ഇത് ഫുള്ള് വയനാട്ടുകാരാ? മാഷാ അല്ലാഹ്, വയനാട്ടുകാർ നീലഗിരി ജില്ലക്കാരുണ്ടല്ലോ. അപ്പൊ ആദ്യം ഫുള്ള് വയനാട്ടിൽ കണ്ട് കൊടുത്ത്. മാഷാ അല്ലാഹ്, ഭയങ്കര സന്തോഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മ ഒരുമിച്ച് കൂടി. ഞാൻ പറഞ്ഞു പരീക്ഷയില് വിജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണോ? ഏതാപ്പ്? തയ്യാപ്പ്. നിങ്ങള് എന്താ പറഞ്ഞ് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളൊക്കെ പഠിക്കണവരാ, ജയിക്കും. പക്ഷെ നിങ്ങൾ ഉമ്മാനോട് എന്ത് ചെയ്യണോ? എന്നാ കുറച്ചും കൂടി മാർക്ക് കൂടുതൽ കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പൊ തഹിയ എന്ത് ചെയ്യാ, ഏറ്റെടുക്കുക. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങളെ ആരുണ്ടാക്കി? അല്ലോ, ഇത് ഇവിടുത്തെ മീഡിയ വിങ്ങും ആണല്ലേ? ഇവിടുത്തെ മീഡിയ വിങ്ങിന്റെ മെയിൻ ആണ്. പോസ്റ്റർ വീഡിയോ ചെയ്യും. അതുപോലെ നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള കുട്ടിയാണ്. സമയമായാലും എല്ലാ സമയങ്ങളിലൊക്കെ സമ്മേളനങ്ങൾക്കൊക്കെ നല്ല എനിക്ക് മീഡിയ വിങ്ങാരോട് ഭയങ്കര സ്നേഹമാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മള് ക്യാമറമാൻ ആണെങ്കിലും ക്യാമറയിൽ ഒലിക്ക് വരാൻ കഴിയില്ല, ഒലിക്ക് വീഡിയോയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള എല്ലാരും ഉണ്ടാവും വീഡിയോയിൽ. ഇവരിങ്ങനെ വീഡിയോ എടുക്കണ്, ഇവരെന്നെ ഇങ്ങനെ പ്രവർത്തിക്കാറില്ല. നിങ്ങളെ പേര്? മുഹമ്മദ് ഫായിസ്. നാട് വയനാട്ടിൽ തന്നെ. വൈത്തിരി ഭാഗത്ത്. വായിക്കാൻ പറയാൻ കുറച്ച് പ്രയാസമുണ്ട്, തുറക്കക്കാരനല്ലേ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതിൽ ആരൊക്കെ നിങ്ങൾ സഹായിക്കാണ്ടേ എന്നാ പറയട്ടെ. ആരൊക്കെ? ഒരു 4 ആളാ. പിന്നെ അല്ലാത്ത കുറെ ആൾക്കാർ ഇടയ്ക്ക് വന്നിട്ട് മുത്താല ചെയ്താണ്ട് പോയിക്കണ് അല്ലേ? രാത്രി മുത്താല ചെയ്താണ്ട് പോവാ, തൊട്ടോ വെച്ച് കണ്ട്. അത് ചെറിയൊരു അടിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താ അറിയോ, ഇപ്പൊ ഇതിലാരൊക്കെ ഉണ്ടായിരുന്നു? ഇപ്പൊ നിങ്ങൾക്കുള്ള ഒരു ലൈമും അതിനുള്ളതുള്ളൂ. ലൈമും പിന്നെന്ത് പപ്സും അല്ലേ? ഇൻഷാ അല്ലാഹ് അതുപോലെ സ്വീകരിക്കട്ടെ. നമുക്ക് കൊടുക്കൽ നമുക്ക് എന്താണ്, ഇത്ര ഉറക്കം കഴിഞ്ഞ് കണ്ട് രാത്രി 8 മണി മുതൽ എത്ര മണി വരെ? 1:30 വരെ ഇവര് കഷ്ടപ്പെട്ടവരാണ്. അല്ലാഹു തആല ഇതിനൊക്കെ ഖൈറും ബർക്കത്തും നൽകാൻ അനുഗ്രഹിക്കട്ടെ. നല്ല മുത്താലിമീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ഇതൊക്കെ സമസ്തക്ക് വേണ്ടിയിട്ടാണല്ലോ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. മഹാന്മാരുടെ കുരുത്തും പൊരുത്തും അല്ലാഹു തആല നൽകാൻ അനുഗ്രഹിക്കട്ടെ. അറബി കോളേജിലെ വിദ്യാർത്ഥി സംഘടന സീനത്തുൽ തുലബ സമസ്തയുടെ 100ാം വാർഷിക പ്രചരണത്തിന്റെ ഭാഗമായി ഒരുപാട് സംരംഭങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അടുത്ത വർഷത്തേക്കുള്ള കലണ്ടർ. സമസ്തയുടെ സമ്മേളന പോസ്റ്റർ അടക്കം ഉൾപ്പെടുത്തിയ ഒരു കലണ്ടർ നമ്മൾ പുറത്തിറക്കി. അത് നമ്മുടെ ബഹുമാനപ്പെട്ട ഹക്കീം ഫൈസി ഉസ്താദിന് നമ്മുടെ സംഘടനയുടെ ഭാരവാഹികൾ കൈമാറും. അതോടുകൂടെ തന്നെ ഹംസ ഉസ്താദിന്റെ പ്രിൻസിപ്പളായ ഹംസ ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം ഒരുപാട് പുസ്തകങ്ങളും സമ്മേളന പ്രചരണത്തിന്റെ ഭാഗമായി തന്നെ നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതും ഈ വേദിയിൽ വെച്ച്. അതോടുകൂടെ തന്നെ ഹംസ ഉസ്താദിന്റെ ആത്മീയ ചൈതന്യമുള്ള ഒരു പുസ്തകമുണ്ട്, മജ്മുഉൽ ഫവായിദ്. അതും ഈ സദസ്സിൽ വെച്ച് ഉസ്താദിന് കൈമാറുകയാണ്. സംഘടനാ ഭാരവാഹികളെ ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പേര് ത്വാഹിർ. ഇവിടെ പ്രസിഡന്റാ, യൂണിയൻ സെക്രട്ടറി. മാഷാ അല്ലാഹ്. പിന്നെ മാഷാ അല്ലാഹ് ഇവിടെ ഒരുപാടുണ്ടല്ലോ. മാഷാ ഇത് ഇവിടെ മജ്മുഉൽ ഫവായിദ് ഇത് ഉസ്താദിന്റെ ഒരു ബുക്കാണ്. ഔറാദുകളും അതുപോലെ ഉസ്താദിനെ കുറിച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ ഇറക്കിയ ഉസ്താദിനെ കുറിച്ച് നമ്മൾ ഹംസ ഉസ്താദ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിയ പ്രൊഫസർ കെ ആലിക്കുട്ടി ഉസ്താദിന്റെ ഒപ്പം ആദ്യകാലത്ത് സംസ്ഥ മുഷാവറങ്ങളിലുള്ള ആളാണ്. ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കണം. ബഹുമാനപ്പെട്ടവരുള്ളത് കൊണ്ടാണ് ഈ മുത്തല്ലിമീങ്ങളൊക്കെ നല്ല ഇതിന്റെ പ്രിൻസിപ്പളും അദ്ദേഹം ബഹുമാനപ്പെട്ടവരാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന്റെ കുരുത്തും അല്ലാഹു തആല നമുക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ.
ബുർദ വിവർത്തനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാഷാ അല്ലാ. ഇതിലൊക്കെ സമ്മേളനത്തിന്റെ നടത്തുന്നുണ്ട് അതിന്റെ ഉൾഭാഗത്ത്. ഓ ഇതൊക്കെ അപ്പൊ എത്ര നിങ്ങള് ഭയങ്കര വിപ്ലവകാരികളാണല്ലോ നിങ്ങളെ സ്ഥാപനം. അതിന്റെ പ്രത്യേക നിർദ്ദേശമാണ് ഇങ്ങനെ ഇറക്കണം സമ്മേളനത്തിനായിട്ട്. അപ്പൊ ഏകദേശം ഇപ്പൊ എത്ര ഇറക്കിക്കണ? ഒന്ന് ഈ മൂന്ന് 5 6 ഞാൻ ഇവിടെ കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ ഒരു പ്രചരണ കലണ്ടർ. എല്ലാരും സ്ഥാപനത്തിനെ കൊടുക്കല്. മാഷാ അല്ലാഹ്. അല്ലാഹു ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരുങ്ങിയിരിക്കണ്. അപ്പൊ ഇതൊരു വ്യത്യസ്തമായ പ്രവർത്തനം. ഇവിടെ യൂണിയന്റെ പേര് സീനത്തു ത്വലബ സുന്ന അസോസിയേഷൻ. മാഷാ അല്ലാഹ്. നിങ്ങൾ അഭിനന്ദിക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ NKH വ്ലോഗ്സ് അതുപോലെ നമ്മുടെ യാത്ര കമ്മിറ്റിയുടെ ഒക്കെ എല്ലാവിധ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും നേരാണ്. ഇതുപോലെ നമുക്ക് നാളെ ഇവിടെ ഒരുമിച്ച് കൂടണം. സമസ്ത കേരളത്തിലൂടെ കാസർഗോഡ് ജില്ലയിലെ ഒരുമിച്ച് കൂടണം. പിന്നെ അത് കഴിഞ്ഞിട്ട് മുസ്താമാരോടൊപ്പം എവിടെ കൂടണം? ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. ബത്തേരിയിൽ നിന്നും വാഗേരിയിലേക്കാണ് ഒരു 7 കിലോമീറ്റർ സഞ്ചരിച്ചപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. ഇതിന് വല്ലാത്തൊരു ചന്തമുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലുള്ള ഈ സ്ഥാപനമാണ്. അതായത് വയനാട് ജില്ലയിലെ ഏക ദാറുൽ ഹുദ ക്യാമ്പസും കൂടിയാണ്. മാഷാ അല്ലാഹ്. നമ്മുടെ ദാരിമി ഉസ്താദ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ റഹ്മാനി ഉസ്താദ് ഉണ്ട്. അതുപോലെ തന്നെ വളരെയധികം ഉഷാറായി സ്ഥാപനം. ഇവിടെ എത്ര വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഉസ്താദ്? 238. മാഷാ അല്ലാഹ്. 238. അതായത് മന്ദമാരുതനെ തഴുകി തലോടുന്ന ഈ ക്യാമ്പസിൽ മാഷാ അല്ലാഹ് വയനാടിന്റെ തണുപ്പാണ് ഇവിടെ. വല്ലാത്ത ചന്തമാണ്. വയനാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനം. ഇതിന്റെ നേതൃത്വങ്ങളൊക്കെ ആരാണ്? സുൽത്താൻ ബത്തേരി മേഖലാ കമ്മിറ്റിയുടെ കീഴിലാണ് സ്ഥാപനമുള്ളത്. SKSSF സുൽത്താൻ ബത്തേരി മേഖലയാണ് ഇതിന്റെ ഓരോ കാര്യങ്ങൾ നടത്തുന്നത്. അതുപോലെ തന്നെ ഇവിടെ വിദ്യാർത്ഥികളെ ഒരുപാട് നേരം നമ്മൾ സംസാരിച്ചു. വലിയ വല്ലാത്തൊരു ആവേശത്തിലാണ് നമ്മുടെ സ്വീകരണവും കാര്യങ്ങളും. ഇൻഷാ അല്ലാഹ് സംസ്ഥാനത്തെ ബാക്കവേക്ക് ഒഴിഞ്ഞു മാറിക്കൽ ഇവര് ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ നമ്മുടെ 100ാം വാർഷികത്തിന് വ്യത്യസ്തമായ പ്രവർത്തനം ഉണ്ടാവൂലേ? ഇൻഷാ അല്ലാഹ്. നിങ്ങൾ എല്ലാരും ഒന്ന് വീട്ടിലേക്ക് വിളിക്കൂലേ? വിളിച്ചിട്ട് എന്താ പറയാ? തഹിയ ഡൗൺലോഡ് ചെയ്യണം. പൈസ വെച്ചു. ആർക്കാ മറ്റേ തയ്യന്റെ പേര് പറഞ്ഞപ്പോ സമ്മാനം കിട്ടിയാർക്കാ? നമ്മളെ കുഞ്ഞുമണിയുടെ. ഓ ഇതാ എന്ത് അങ്ങനെ സമ്മാനം കിട്ടി? മറ്റേ സമസ്ഥാന്റെ ആപ്പിന്റെ പേര് പറഞ്ഞേ. ഏത് ആപ്പ്? എന്റെ പേര് തഹിയ പറഞ്ഞപ്പോ എനിക്ക് സമ്മാനം കിട്ടിയിട്ടില്ലേ? ഇൻഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടെ സ്വാലിഹ് അമലായി സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. ഇതിനു വേണ്ടി ഈ സ്ഥാപനത്തിന് വേണ്ടി സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, മുഹമ്മദ് ശിഹാബ് തങ്ങൾ അടക്കമുള്ള എല്ലാ മഹാരഥന്മാരുടെ ഹദ്റത്തിലേക്കും അല്ലാഹു തആല ഇതിന്റെ നമ്മൾ പറഞ്ഞതും കേട്ടതിന്റെ ഒക്കെ മിസ്ൽ സവാബ് എത്തിച്ചു കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അവർക്ക് കുരുത്തും പൊരുത്തും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. നമുക്ക് എവിടെ ഒരുമിച്ച് കൂടണം? കാസർഗോഡ് ജില്ലയിൽ എവിടെ ഒരുമിച്ച് കൂടണം? കുണിയയിൽ ഒരുമിച്ച് കൂടണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെ ഒരുമിച്ച് കൂടണം? നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബിഹഖി നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ്. ഉഷാറായില്ലേ? സെറ്റ് അല്ലേ? ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അങ്ങനെ ബഹുമാനപ്പെട്ട ആനമങ്ങാട് ഉസ്താദിന്റെ മക്ബറയിലേക്ക് പോവുകയാണ്. അവിടെ ആനമങ്ങാട് ഉസ്താദ് പറയുമ്പോൾ പെരിന്തൽമണ്ണ പ്രദേശക്കാരനാണ് ആനമങ്ങാട് ഉസ്താദ്. ബഹുമാനപ്പെട്ടവരുടെ മക്കാമിലേക്ക് പോയി ബഹുമാനപ്പെട്ടവർ വയനാട് ജില്ലയിലേക്ക് വരികയും അവിടെ ദീൻ ഇസ്ലാം സമസ്ത കേരള ജമിയത്തുൽ ഉലമ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്ത് മറ്റുള്ള സ്ഥാനമാനങ്ങളൊന്നും ആഗ്രഹിക്കാതെ ദീനിന് വേണ്ടി ജീവിച്ചൊരു മഹാനാണ് ആനമങ്ങാട് ഉസ്താദ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ടവരുടെ ദർജ അള്ളാഹു തആല ഉയർത്തി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അവിടുന്ന് ഉജ്ജ്വലമായ സ്വീകരണം നൽകി. അതുപോലെ തന്നെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവിടുന്ന് തന്നെ ആയിരുന്നു. വളരെയധികം സമസ്തനെ സ്നേഹിച്ച പ്രിയപ്പെട്ട പ്രവർത്തകർ, അതുപോലെ തന്നെ ഉമറാക്കൾ, ഉലമാക്കൾ എല്ലാവരും ഒരുമിച്ച് കൂടി നമ്മുടെ യാത്ര വമ്പിച്ച വിജയമാക്കാൻ അവർ കൂട്ടുനിന്നു. അൽഹംദുലില്ലാഹ്. ആ പ്രിയപ്പെട്ടവരോട് നമ്മൾ ഒരുപാട് നേരം സംസാരിക്കുമ്പോൾ അവരെ കണ്ണൊക്കെ നിറയുന്നുണ്ടായിരുന്നു. അവർ കൂടുന്നവരൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ കൊടുത്തിരുന്നു. അങ്ങനെ കാട്ടിച്ചിറക്കൽ മക്കാം ഷെരീഫിലേക്ക് പോയി. കാട്ടിച്ചിറക്കൽ മക്കാം ഷെരീഫ് എന്ന് പറയുമ്പോൾ വലിയൊരു മഹാനാണ്. ആ മഹാൻ്റെ പ്രത്യേകത കാട്ടിപ്പോത്ത് വരും അത്രേ. അങ്ങനെ ആണ്ടിൻ്റെ സമയമാകുമ്പം അങ്ങനെ അതിനറക്കും. അങ്ങനെ ഒരു വളരെ വലിയ ചരിത്രമാണ്. ഇതിൻ്റെ വിശാലമായിട്ടുള്ള വീഡിയോ നമ്മളെ ചാനലിൽ തന്നെ അത് വന്നിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് നമ്മൾ അൽഹംദുലില്ലാഹ് നമ്മൾ സ്ഥലത്തേക്കാണ്, റോട്ടിലുള്ളൊരു പ്രദേശത്ത് ആൾക്കാർ നമ്മളെ കാത്തുനിന്നു. അങ്ങനെ നമ്മൾ അൽഹംദുലില്ലാഹ് ഒരു കോളേജിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കോളേജിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ 100 എന്നുള്ള 100ാം വാർഷികത്തിൻ്റെ ആ പ്രമേയത്തിന് നമ്മൾ 100ാം വാർഷികത്തിന് എടുത്തു കാണിക്കുന്ന രീതിയിൽ 100 എന്നുള്ള അക്കത്തിൽ അവരെല്ലാവരും ബഹുമാനപ്പെട്ട ഉമർ ശിഹാബ് തങ്ങളുടെ പേരിലുള്ള നാമധേയത്തിലുള്ള സ്ഥാപനമാണ് ഇത്. നല്ല പ്രകൃതി രമണീയമായ വരാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഭയങ്കര നിറചാരുതയോടെ സമസ്തയെ അറിയാനും കേൾക്കാനും സമസ്തനെ സ്നേഹിച്ച വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഉസ്താദുമാർക്ക് നമ്മൾ തിരിച്ച് അങ്ങനെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു
സ്വീകരണം നമ്മൾ തിരിച്ചു നൽകിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ വേറൊരു മഹലിലേക്കാണ് പോകുന്നത്. നമ്മളെ യാത്ര കണ്ടിട്ട് പെട്ടെന്നുണ്ടാക്കിയ സ്വീകരണം അവിടുത്തെ പ്രദേശത്ത് നിന്ന് തന്നെ. ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100ഓളം കൊടികളൊക്കെ കെട്ടിയിട്ട് അവർ ആരവങ്ങളോടതായതാണ്. ഇവർ നല്ലൊരു ഹദിയ നൽകുകയും ഹദിയ നൽകുക നമ്മൾ പൈസ എന്നുള്ളതിൻ്റെ അപ്പുറം ഇവർ സമസ്തയെ സ്നേഹിക്കുകയാണല്ലോ മാഷാ അല്ലാ. അങ്ങനെ നമ്മൾ അന്നത്തെ കെടുത്തം വടകരയിലാണ്. വടകര അലിയമ്മാൻ ഉസ്താദിൻ്റെ മകളാണ്. ഒരു മുത്തം കൊടുത്തു. വല്ലാത്ത സന്തോഷം. അല്ലാഹു തആല നമ്മുടെ യാത്ര ഏറ്റെടുത്തവർക്കൊക്കെ ഹൈറും ബർക്കത്തും നൽകാൻ വേണ്ടിയിട്ട് നമ്മുടെ വയനാട് ജില്ല ഇന്നത്തോടെ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.